ഇവിടുത്തെ ആളുകളുടെ കയ്യിൽ തെളിവില്ല. ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ഉന്നയിക്കുന്ന ചോദ്യശരങ്ങൾക്ക് മറുപടി പറയാൻ കഴിയൂല ഇലാ യൗമിൽ ഖിയാമ എന്നുള്ളത് കൊണ്ടാ തന്ത്രം അടുത്തെന്താണെന്നറിയോ? പിന്നെ ചോദിക്കുന്നത് ഇപ്പൊ കുറെ യുവാക്കൾ ഇറങ്ങിക്കണേ, ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ അണ്ടിയാണോ വലുത് മാങ്ങയാണോ വലുത് എന്നാണത്രേ. ഖുർആനും ഹദീസും അണ്ടി മാങ്ങ പറയുമ്പോ ഒരു മഹല്ല് സെക്രട്ടറി അല്ലേ, അതിനിങ്ങനെ ഉപമിക്കാൻ പാടില്ല. ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ എന്നല്ല പിന്നെ ഞങ്ങൾ എന്താ ചോദിക്കണ്ടേ? മൊയ്തിമാല ഉണ്ടോ റിഫായിമാല ഉണ്ടോ എന്നാണോ ചോദിക്കണേ? നിങ്ങൾ പറഞ്ഞേരി. ഞങ്ങൾ ചോദിക്കുന്നത് കുതുബിയത്ത് നടത്താൻ നിങ്ങൾക്ക് തെളിവ് ആയത്തുണ്ടോ ഹദീസ് ഉണ്ടോ വീണ്ടും ചോദിക്കുന്നത്. അല്ലാണ്ട് റസൂൽ ഉപേക്ഷിക്കപ്പെട്ട രണ്ട് സംഗതി അത് രണ്ടുമാ. ഈ രണ്ട് കാര്യം തന്നെ ഞങ്ങൾ ഇനിയും ചോദിക്കുള്ളൂ. അതിലുണ്ടെങ്കിൽ പറയില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളി. പിന്നെ പറഞ്ഞെന്താരോ ഇവിടെ വെല്ലുവിളി നടത്തുന്നുണ്ട്. അതുകൊണ്ട് അപാര വെല്ലുവിളിയാണ് നടന്നത്. നോക്ക്, പള്ളിന്റെ അകത്തളത്തിൽ പവിത്രമായ ഒരു മിമ്പറിന്റെ താഴെ വെച്ച് നടത്തപ്പെടുന്ന ഒരു വെല്ലുവിളിയൊന്നും ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടില്ല. ഞങ്ങൾ സുഖസുന്ദരമായിട്ട് ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ പ്രമാണമുണ്ടോ അവതരിപ്പിച്ചോളൂ, മറുപടി പറയാൻ തയ്യാറുണ്ടോ അവതരിപ്പിച്ചോളൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അല്ലെ ആരെയും ഹനിക്കാൻ. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, ഇതുപോലെ നിങ്ങൾ മുജാഹിദായി കഴിഞ്ഞ മാതാപിതാക്കളെ മിണ്ടാതെ കൊണ്ട് കബറടക്കുന്നു. അതൊക്കെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. മിണ്ടാത്തത് എന്തുകൊണ്ടാ, ആരാ മിണ്ടിപ്പിക്കാത്തത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഇവിടെ LCD ഞങ്ങൾ മുടക്കി എന്നതാണ് മറ്റൊരു വലിയൊരു കംപ്ലൈന്റ്. LCD ഞങ്ങൾ മുടക്കിയതല്ല. ഞങ്ങൾ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിസരത്തൊക്കെ പരിപാടി നടക്കുമ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ LCD പരിപാടി നടത്തിയിരുന്നു. LCD ഇട്ട് പരിപാടി നടത്തുമ്പോ ഒന്നാമത്തെ ക്ലിപ്പ് വിടുമ്പോ അപ്പ വിളിക്കും പോലീസുകാർക്ക്. ആര്? ഇവിടുത്തെ സുന്നികള്. ഇതാ ഞങ്ങൾ അലമ്പാക്കുക, ഞങ്ങൾ അടിയാക്കുക, ഞങ്ങൾ പ്രശ്നമാക്കുക, എന്നിട്ട് കേറിട്ട് LCD അടക്കം അല്ലെ സ്റ്റേജ് അടക്കം കയ്യേറുക. അപ്പൊ പോലീസുകാർ തീരുമാനിച്ച് തിരൂരിന്റെ സർക്കിളിൽ അവിടുത്തെ DYSP അന്ന് അദ്ദേഹം ഇരിക്കുമ്പോ തീരുമാനിച്ചു, ഇനി വേണ്ട, LCD ഞാൻ അനുവദിക്കൂല. പെർമിഷനിൽ പോയ ആദ്യം പോലീസുകാർ ചോദിക്കും LCD ഉണ്ടോ, LCD ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ LCDക്ക് പെർമിഷൻ തരില്ല. അങ്ങനെ രാജ്യത്തിന്റെ ഒരു നീതി തെറ്റിക്കുമ്പോ മുജാഹിദികൾ പ്രതികരിക്കും. അനീതിയാണത് അല്ലെ. ഈ പ്രതികരണം ലീഗുകാര് അക്രമത്തിനെതിരെ പ്രതികരിക്കുന്ന പോലെ, ഒരു അനീതിക്കെതിരെ ഇവിടുത്തെ ലീഗുകാർ പ്രതികരിക്കുന്ന പോലെ അനീതിയാണെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനം പ്രതികരിക്കും, അതെന്നും പ്രതികരിക്കും. അതുകൊണ്ട് നിയമം തെറ്റിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല അല്ലെ. വലിയ നിയമം പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, രാപ്പകൽ പിന്നെ അതുപോലെ തന്നെ ഘോഷയാത്ര നടത്തിയിട്ട് എന്തെടുത്തുന്നത്, ഈ രൂപത്തിൽ വഴി ബ്ലോക്കാക്കാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നെ? അല്ലാണ്ട് റസൂൽ അധികാരം തന്നോ? ഇല്ല. അതുകൊണ്ട് അതൊക്കെ വെറുതെ ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പലപ്പോഴും പറഞ്ഞത് അക്ബർ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിൽ 6666 ഉണ്ട് എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ടോന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ട്. 6666 ഖുർആനിലില്ല. 6200 ചിലാണെങ്കിൽ 6000 ഏറി വന്നാൽ 6400 അത്രയ്ക്ക് കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വാദഗതി ഇവിടെ വന്നു. അതിനോടനുബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞെന്നറിയോ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിപാടി വെക്കാൻ ഒരു നീതിയുമില്ലാണ്. ഇനി പരിപാടി വെക്കാൻ പറ്റൂല. ഞങ്ങൾ തെളിയിച്ചത് നിങ്ങളാൾക്കാർക്ക് മുമ്പിലല്ലേ, നിങ്ങളല്ലേ തെളിയിച്ചത്. ഒരു ടീമിന്റെ ബാറ്റിംഗ് കഴിഞ്ഞിട്ടുള്ളൂ, രണ്ടാമത്തെ ടീം ഇറങ്ങാണ്ട് ഓരും കൂടി അങ്ങോട്ട് റൺ എടുത്തോട്ടെ, അപ്പൊ തീരുമാനിക്കും ജനങ്ങൾ ആരാ ജയിച്ചിക്കണെന്ന്. അതല്ലാതെ നിങ്ങൾ ബാറ്റ് ചെയ്തിട്ട് നിങ്ങൾ കയറി പോവാ എന്നിട്ട് ഞങ്ങളാ ജയിച്ചിക്കണെന്ന് പറഞ്ഞാൽ സമ്മതിക്കണ ഏർപ്പാടല്ല. പിന്നെ ചോദിക്കുന്നത് സംവാദത്തിനുണ്ടോന്നാ. ഇവിടുന്ന് ബഹുമാന്യനായ അബ്ദുൽ ഉസ്താദും അതോടൊപ്പം തന്നെ ഇവിടുത്തെ അഷ്റഫ് അൽ ഫൈസി കക്കുപ്പടിയും വെല്ലുവിളിച്ചല്ലോ, സംവാദത്തിനുണ്ടോ. ഞങ്ങൾ ഇവിടുന്ന് പറയുന്ന സംവാദത്തിനുണ്ട്. ആ വെല്ലുവിളിച്ചില്ലേ സെക്രട്ടറിയും അതുപോലെ ഉസ്താദും അതൊരു പേപ്പറിലേക്ക് എഴുതിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇൻഷാ അല്ലാഹ് അത് ഫിത്നാവും, എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും അല്ലെ. അതുകൊണ്ട് അവിടെ നിങ്ങൾ തന്നോളി. ആ ലെറ്റർ ചർച്ച ചെയ്യാം. നമ്മൾ ഫോമിൽ പറഞ്ഞു, സുന്നി പ്രവർത്തകരോട് പറഞ്ഞേ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ലെറ്റർ ഉണ്ടെങ്കിൽ തന്നോളി, ഞാൻ സ്റ്റേജിൽ വായിച്ചോളാം. സുന്നികൾ ലെറ്റർ തന്നിട്ടുണ്ട്, സംവാദത്തിന് ഞങ്ങൾ തയ്യാറാ എന്ന് പറയാൻ ഞങ്ങൾ ഓക്കെയാണ്. ലെറ്റർ കിട്ടിയിട്ടില്ല. ലെറ്റർ കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സംവാദത്തിന് തയ്യാറാ. സംവാദം മാത്രമല്ല, ഇൻഡോർ ആയിട്ട് ഞങ്ങൾ മുഖാമുഖത്തിനും തയ്യാറാ. മാത്രമല്ല ഖണ്ഡനത്തിനും ഞങ്ങൾ തയ്യാറാ. ഞങ്ങൾ എന്തിനാ തയ്യാറെങ്കിൽ ഞങ്ങൾ തയ്യാറാ. ദീനാൻ സത്യം മനസ്സിലാക്കാനാണെങ്കിൽ ഞങ്ങൾ നടത്താൻ തയ്യാറാണ്. അതുകൊണ്ട് ഇതൊന്നും ഈ ഓലപ്പാമ്പ് കാട്ടിയിട്ടൊന്നും ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ നിങ്ങൾ പേടിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഇതൊക്കെ എക്കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കണ്ടതാ. ഖണ്ഡനം ഇങ്ങനെ നടക്കുമ്പോ, അവിടെ മഹല്ല് ഇങ്ങനെ പിളരുമ്പോ, ഞങ്ങളുടെ പള്ളിയിലേക്ക് ഇങ്ങനെ ആളുകൾ വരുമ്പോ, അവസാനം ഇവിടുത്തെ മഹല്ല് ആകപ്പാട് ബേജാറിലാകുമ്പോ അപ്പുണ്ടാകുന്ന ഒരു തരി ബേജാറിന്റെ അസുഖമാണ് ഈ സംവാദത്തിനുണ്ടോ മുഖാമുഖത്തിനുണ്ടോ എന്ന് പറയൽ. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാത്തിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ.
ഇനി അതും വിചാരിച്ച് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ ഫോണിലോ നിങ്ങൾ ചോദിക്കരുത്. പരസ്യമായിട്ട് പറഞ്ഞ് നിങ്ങൾ ആ വെല്ലുവിളിച്ച സാധനം ഒരു പേപ്പറിൽ നിങ്ങളുടെ സെക്രട്ടറി അന്ന് വെല്ലുവിളിച്ചില്ലേ, ആ സെക്രട്ടറി സീൽ ചെയ്തോണ്ടോ ലെറ്റർ ഹെഡിൽ ഒപ്പിട്ടിട്ടോ കൊണ്ടുപോരും. സംവാദത്തിന് നമുക്ക് ചർച്ച ചെയ്യാം, അതുപോലെ തന്നെ വ്യവസ്ഥ തയ്യാറാക്കാം, പണ്ഡിതന്മാരെ കൊണ്ടുവരാം, ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് ഗണന തുടരട്ടെ. അത് സംവാദം നടന്നാലും ഗണന ഞങ്ങൾ നിർത്തൂല. നാദാപുരത്ത് 9 ഗണന നടത്തപ്പോ അവിടെ ഒരു കോളേജായി, ഒരു പള്ളിയായി, അത് അവസാന പേരോടിനെ പണ്ട് വാഴക്കാട് ഗണനത്തിന് കൊടുത്തിരുന്ന ആള് വരെ ഹുസൈൻ സലഫിനെ പിന്നെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ആളായി. ഇതൊക്കെ ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗണനത്തിന് ഇങ്ങനെ മുൻകൈ എടുക്കുന്നത്. വേണമെങ്കിൽ പ്രതികരിക്കുക, ഞങ്ങൾ ഇവിടെ ദീൻ അവതരിപ്പിക്കും. അതുകൊണ്ട് മറുപടി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ തന്നെ അവതരിപ്പിച്ചോളി. ഈ വേദി ഇവിടെ നിർത്തണമെങ്കിൽ പറഞ്ഞാൽ മതി. ലൈറ്റ് ആൻഡ് സൗണ്ടോട് നമ്മൾ പറഞ്ഞോളാം. ഈ വേദി ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഇവിടെ തന്നെ വന്ന് പ്രസംഗിച്ചോളി. മറ്റന്നാൾ നമ്മളും പ്രസംഗിക്കുക ഇൻഷാ അല്ലാഹ്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ കാര്യങ്ങൾ. അവ തീരുമാനിക്കുക. എല്ലാവർക്കും മറുപടിക്ക് സ്വാഗതം ചെയ്യുന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. അതിന് ആമുഖമായി എല്ലാവരെയും